അള്ളാഹു സുബ്ഹാനഹു വതആലയുടെ ദീൻ റസൂലുള്ളാഹി സ്വല്ലല്ലാഹു അലൈഹി വസല്ലം നമുക്ക് എങ്ങനെയാണോ എത്തിച്ചു തന്നത്, നബി സല്ലല്ലാഹു അലൈഹി വസല്ലമയിൽ നിന്ന് സഹാബികൾ അതെങ്ങനെയാണോ പഠിച്ചത്, താബിഈങ്ങൾ അത് എങ്ങനെയാണോ സ്വീകരിച്ചത്, താബിഈങ്ങൾ എങ്ങനെയാണോ അത് സ്വീകരിച്ചത്, അങ്ങനെയാണ് നമ്മൾ ദീൻ സ്വീകരിക്കാൻ ശ്രമിക്കേണ്ടത്. അതല്ലാതെ ഏതെങ്കിലും ഒരു സംഘടനയോ ഏതെങ്കിലും ഒരു പ്രത്യേക സംഘമോ കക്ഷിയോ വ്യക്തിയോ ഗ്രൂപ്പുകളോ ഏതെങ്കിലും പ്രത്യേക നാട്ടുകാരോ രാജ്യക്കാരോ ഒന്നും ഇസ്ലാമിൽ ഒരു കാര്യം ശരിയാകുന്നതിനോ തെറ്റാകുന്നതിനോ ഉള്ള മാനദണ്ഡമല്ല. അറബികളെല്ലാം ചെയ്താൽ ഇസ്ലാം ആകുകയില്ല, അനറബികളെല്ലാം ചെയ്താലും അത് ഇസ്ലാമിൻ്റെ ഭാഗമാവുകയില്ല. ഇസ്ലാം എന്നാൽ അള്ളാഹും എൻ്റെ റസൂലും സ്വല്ലല്ലാഹു അലൈഹി വസല്ലം നമുക്ക് എത്തിച്ചു തന്ന കാര്യമാണ്. അത് സ്വഹാബികൾ എങ്ങനെ കൈമാറിയോ, താബിഈങ്ങൾ എങ്ങനെ കൈമാറിയോ, താബിഈങ്ങൾ എങ്ങനെ കൈമാറിയോ അങ്ങനെ സ്വീകരിക്കുക. അതാണ് ദീൻ എന്ന് പറഞ്ഞാൽ. ആ മാർഗത്തിൽ ഉൾക്കൊള്ളുന്നവർ അവർക്കാണ് അഹ്ലുസുന്നത്തി വൽ ജമാഅ എന്ന് പറയുന്നത്. അതുകൊണ്ടല്ലേ അള്ളാഹുവിൻ്റെ റസൂൽ സ്വല്ലല്ലാഹു അലൈഹി വസല്ലം പിൽക്കാലഘട്ടത്തിൽ ഉണ്ടാകുന്ന അഭിപ്രായ വ്യത്യാസങ്ങൾ അതിനെക്കുറിച്ച് പറഞ്ഞതിന് ശേഷം അവിടുന്ന് എന്താണ് പറഞ്ഞത്? വിജയിക്കുന്ന കക്ഷി ഒരേ ഒരു കക്ഷിയാണ്. എന്താണ് അവരുടെ പ്രത്യേകത? ഹും മാ അന അലൈഹിൽ യൗമ വസ്ഹാബി, ഞാനും എൻ്റെ സഹാബികളും ഇന്ന് ഏതൊരു മാർഗത്തിലാണോ അവിടെ നിൽക്കുന്നവരാണ്. നബി സല്ലല്ലാഹു അലൈഹി വസല്ലം തൻ്റെ തലമുറയിൽപ്പെട്ട സഹാബിമാർ അവരെ പുകഴ്ത്തിക്കൊണ്ട് എത്രയധികം തവണയാണ് പറഞ്ഞത്. അവിടുന്ന് പറഞ്ഞു, ഖൈറുന്നാസി ഖർനി സുമ്മല്ലദീന യലൂനഹും സുമ്മല്ലദീന യലൂനഹും, ഏറ്റവും നല്ല ജനങ്ങളിൽ ഏറ്റവും നല്ല ആളുകൾ എൻ്റെ തലമുറയാണ്, സഹാബികളുടെ തലമുറയാണ്. സുമ്മല്ലദീന യലൂനഹും സുമ്മല്ലദീന യലൂനഹും, പിന്നെ അതിനുശേഷം വരുന്ന താബിഈങ്ങൾ, പിന്നെ അതിനുശേഷം വരുന്ന താബിഈങ്ങൾ. അപ്പോൾ അവരുടെ കാലഘട്ടത്തിലാണ് ഹക്കുള്ളത്. ഇബ്നുൽ ഖയ്യിം റഹിമഹുല്ലാഹ് അദ്ദേഹം പറഞ്ഞതുപോലെ കാലഘട്ടം എത്രമാത്രം നബി സല്ലല്ലാഹു അലൈഹി വസല്ലമയിൽ നിന്ന് അകലുന്നോ അത്രമാത്രം സത്യം ജനങ്ങളിൽ നിന്ന് അകന്നുകൊണ്ടിരിക്കും.